സുമതി വളവ്. സുമതി സുമതി വളവ്. ആ അതെ ഗൈസ്, നമ്മളിന്ന് സുമതി വളവ് ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇഷാന് ഭയങ്കര വാശിയായിരുന്നു ഫിലിം കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്റർ ഷാർജയിലേക്ക് എത്തി. അപ്പോൾ വിശേഷങ്ങൾ കാണാം. Where are we going? ഇല്ല ഗൈസ്, ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കി, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് ഓൺലൈനിൽ ചെയ്താൽ മാത്രമേ 50% ഓഫ് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തു ഇവിടെ ഇരുന്നിട്ട്. പക്ഷേ അവസാനം നടന്നില്ല. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് പോയി ഫുൾ എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോഴേക്കും ടൈം ഒരു 2:23 ഒക്കെ ആയിരുന്നു. അപ്പോൾ പേടിച്ചു. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ കൂലിയുടെ ടീച്ചർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫിലിം തുടങ്ങി, ഫിലിം കണ്ടു, ഫിലിം കഴിഞ്ഞു. ഫിലിം ആക്ച്വലി നല്ലതായിരുന്നു, വാച്ചബിൾ ആയിരുന്നു. അത്യാവശ്യം ഹൊറർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുൻപതിയൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹോം ബോക്സിൽ കയറി. ആക്ച്വലി ഇതെന്ന് പറയുന്ന ഒരു ഫർണിച്ചർ കം ഒരു ഹോം അക്സസറീസ് ഷോറൂം മീൻസ് ഷോപ്പാണ്. ഇവിടെ നമ്മൾ വാട്ടർ പ്രൂഫ് മാട്രസ് വാങ്ങാൻ വേണ്ടി കയറി. അത് വാങ്ങി തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് കുട്ടുവിന് മാക്സിൽ കയറി 2 ഷർട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷർട്ട് തപ്പാൻ വേണ്ടി ഇറങ്ങി. കുട്ടു ഷർട്ട് എടുത്ത് ട്രൈ ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് മിററിൽ നോക്കി ഞങ്ങൾ കളിച്ചു. ഞാൻ ഇഷാനും റയാനും കൂടി. അത് കഴിഞ്ഞ് കുട്ടു എടുത്തത് ഒരു ലാർജ് സൈസ് ഷർട്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റാണില്ല എന്ന് പറഞ്ഞിട്ട് ഇഷാനെ കൊണ്ട് മീഡിയം എടുപ്പിച്ച് ഞങ്ങൾ ഇഷാനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. അങ്ങനെ മീഡിയം ട്രൈ ചെയ്തിട്ട് അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഷർട്ടും എടുത്ത് ബില്ല് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇഷാൻ ഐസ്ക്രീം വേണമെന്നാണ് വാശി പിടിച്ച് അതും വാങ്ങി. ഇത് കണ്ടാൽ വേറൊരാൾക്ക് സഹിക്കുന്നില്ല. അവൻ ഐസ്ക്രീം വേണമെന്നാണ് വാശി. അങ്ങനെ ചെറിയൊരു സ്പൂണ് ഐസ്ക്രീം അവനും കൊടുത്തു. ആ ഐസ്ക്രീം തീരുന്നവരെ അവിടെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പിയിൽ കയറി രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് റയാൻ ഇഡ്ഡലിയും എനിക്ക് ഇഷാനും കൂടെ ചന്ന ഭട്ടൂരയും കുട്ടുവിന് ചപ്പാത്തിയും ഗോബി ആലു കറിയും കൂടെ വാങ്ങി ചായയും കുടിച്ചു കുശാലായിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വണ്ടിയിൽ വെച്ച് വീണ്ടും ഇഷാൻ ഈ സുമതി വളവ് പറയാൻ പഠിക്കുകയായിരുന്നു. സുമതി എല്ലാം കഴിഞ്ഞു. വീടെത്തി, എല്ലാവരും ഫ്രഷായി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.